പോയോ എന്ന് ചോദിച്ചാലും സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് ചോദിച്ചാൽ ഞാനത് സത്യം എന്ന് പറയത്തില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്താ എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിളിക്കുന്ന വ്യക്തിപരമല്ല, എന്നെ വിളിക്കുന്ന പൊതുമുതലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയൂ. എന്നെ വിളിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കും. ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. അതിനി പൊതുമുതലല്ല, എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ജോലി ചെയ്യാം. അപമാനിക്കല്ലേ? സുധിച്ചേട്ടനെ എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്തിനാ? സുധിച്ചേട്ടൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു? ഒരിക്കലുമില്ല. സുധിച്ചേട്ടനെ എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന പറഞ്ഞാൽ സുധിച്ചേട്ടൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സുധിച്ചേട്ടനെ എനിക്കറിയാം. പിന്നെ എങ്ങനെ സുധിച്ചേട്ടൻ ഡിവോഴ്സ് എന്തായാലും തുറന്നു പറയത്തില്ല, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ? അതിപ്പോ സുധിച്ചേട്ടൻ മരിച്ചു പോയില്ല, സുധിച്ചേട്ടനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, എന്തും പറയാതല്ല, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളാണ് ഭാര്യ. അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക, അത് അവരുടെ. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഞാൻ തലക്കനുണ്ടെങ്കിൽ AC ബസ്സോ അല്ലെങ്കിൽ AC ട്രെയിനോ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്, കിച്ചുവിന്റെ കാര്യം, അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കണം, അവന് പരിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടിലെ ചെലവ് നടത്തണം, പപ്പ അമ്മ, പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ മക്കളുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി കിട്ടുന്ന എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമല്ല, ഇങ്ങനെ എന്നെ ചെലവാക്കുക. ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം അദ്ദേഹം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിന്റെ തോന്നലല്ല. ഈ അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കളൊന്നും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ. വെബ് സീരീസിനകത്ത് സൂചിച്ചോണ്ട് 4 എപ്പിസോഡ് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാൻ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ. അഭിനയിച്ച രേണുസുതി അല്ല ഇന്ന് അഭിനയിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളും ദിവസങ്ങളും, പിന്നെ ഞാൻ ഏജും കൂടിയല്ലോ, അതുകൊണ്ടായിരിക്കും വ്യത്യാസം. ഓക്കെ, ഏജ് കൂടിയതിന്റെ വ്യത്യാസം ഈ അഭിനയത്തിൽ ഉണ്ടോ അതോ തന്റെ? ഞാൻ എന്റെ പപ്പായ അമ്മയൊന്നും സിനിമാ നടനോ നടിമാരോ ഒന്നും അല്ല. എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആകെയുള്ള സിനിമ ബന്ധം സൂചിച്ചേട്ടനുമായിട്ടുള്ള ഒരൊറ്റ ബന്ധമാണ്. കലയുമായിട്ടുള്ള അടുപ്പം അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കും, സ്കൂളിലൊക്കെ ആനിവേഴ്സറിക്ക്, അതല്ലാതെ ഒരടുപ്പമില്ല. കലയായിട്ട് അടുപ്പമില്ല. പക്ഷെ അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ്. ഞാൻ ഒരു ശോഭന ചേച്ചിയല്ല, നയൻതാര ചേച്ചിയല്ല, മഞ്ജു ചേച്ചിയല്ല, ആരുമല്ല. ഞാൻ രേണു സുധി ആണ്. എങ്ങനെയാണ് അഭിനയിക്കുന്നത്? താങ്കളുടെ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ താങ്കളോട് അഭിനയിക്കില്ല. ഓരോ ആൽബങ്ങൾ ഇപ്പൊ ഭയങ്കര ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കരിമിഴി കണ്ണാലെ, കുണുങ്ങി അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിട്ട്. അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു ഇതല്ലേ കരിമണി കണ്ണാലെ, അതായത് അമ്പലത്തിലെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ ഇത്, തുടി കൊട്ടുന്ന പയ്യൻ. അത് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോകും. ചിരിക്കട്ടെ, എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ചിരിച്ചോട്ടെ, നെവർ മൈൻഡ്. എനിക്കതൊന്നും വിഷയമല്ല. സത്യത്തിൽ കരയുമല്ലോ. ആ ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയരംഗങ്ങളല്ലേ? അതായത് ഭയങ്കരമായി പ്രണയം തോന്നുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന, അവൻ അങ്ങനെ അല്ല, പയ്യൻ ആദ്യം സ്നേഹിക്കുന്നു, പിന്നെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു, ഒരുമിക്കുന്നു, ഞാൻ തേച്ചിട്ട് പോകുന്നു, ഞാൻ വേറെ കെട്ടുന്നു. ഇതാണ് ആൽബം. ഓക്കെ, ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ആവോ?
ആവാം, അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്, നിങ്ങൾ കാണുന്നത്. സമ്മതിക്കും എല്ലാം എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല, എല്ലാം സമ്മതിക്കും. എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിനൊരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയെ മാറുമോന്ന് ഞാനല്ലോ തീരുമാനിക്കും, സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഇത്രയും നാളും ഉള്ളത് കാണിക്കും. ഇനി നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവളെ പോലൊരു നടിയാവണോ എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അതെനിക്കറിയത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നെ പോലെ നടിയാവണം, എന്നെക്കാട്ടിലും വേറെ നടിയാവണം എന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് നമ്മുടെ എന്റെ ഇതേ അല്ലത്. സിനിമാ നടി ഒരു ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. ഇല്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോൾ ആകുമായിരിക്കും. ഓക്കെ. ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല. അവര് ഫുൾ സപ്പോർട്ടാ, എല്ലാ ബന്ധുക്കളും. ഓ, ഭയങ്കര സപ്പോർട്ട്. കസിൻസ് എല്ലാം. ഓ ശരി. ഭയങ്കര ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നുണ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട്? ഇത്രയൊക്കെ എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു കൂട്ടി? അഭിനയിക്കുന്നോ? എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയം ഒന്ന് പറയാമോ? അപ്പൊ എന്താണ് പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയെന്നേ പറയത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും കളിയാക്കുന്ന ഒരു എനിക്കറിയത്തില്ല. ഞാൻ ആരെയും കളിയാക്കുന്നില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യർ, നവ്യ നായർ, ശോഭന, നടനം എന്നൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ. ഫ്രഷ് ആയിട്ട് വരുന്ന പറഞ്ഞോട്ടെ, മമിത, ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ. താങ്കളെ അപ്പൊ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അഭിനയം. ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ. ഞാൻ സ്വീകാര്യത തന്നെയാണ്, എന്തും സ്വീകരിക്കും. ജനങ്ങളെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ജനങ്ങളെ കാണിക്കാനാണ് ചെയ്യുന്ന അഭിനയം. അതെ 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 അതെ. ഓക്കെ. അപ്പൊ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാലോ. പറഞ്ഞോട്ടെ. നിലയിൽ ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, എനിക്ക് പേഴ്സണൽ അഭിപ്രായങ്ങളില്ല. ഞാൻ ജനങ്ങൾ താങ്കളെ കുറിച്ച് പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞോട്ടെ. അതെ, ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. അക്സെപ്റ്റബിൾ ആണ്. രേണു, നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുവാണ്. നമ്മുടെ ഇനിയുണ്ടോ? ഇനിയുണ്ട്. കർത്താവേ, പറയാതെ വയ്യ, അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കോ ചോദ്യങ്ങൾക്കോ രേണു ഉത്തരം പറഞ്ഞേ പറ്റൂ. പറയാതെ വയ്യ, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഓക്കെ, തുടങ്ങാം. റെഡിയാണോ? വെയിറ്റ് ചെയ്യാൻ. സുധിച്ചേട്ടന്റെ മരണശേഷം നിങ്ങളെ സഹായിക്കാൻ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയത്തില്ല. എനിക്കറിയില്ല, കാരണം അവരുടെ മനസ്സ് എനിക്കറിയത്തില്ല. എനിക്ക് അവരുടെ മനസ്സ് അറിയത്തില്ലെന്ന് പറയുന്നത് അറിയണ്ടേ? അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല. ഞാൻ എന്നെ ഒരുപാട് പേര്, സൂചിച്ചേട്ടൻ മരിച്ചവന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സ് ഞാൻ എങ്ങനെ അറിയുന്നത്? അവരോടൊക്കെ എപ്പോഴും താങ്ക്സ്. നല്ല മനസ്സായതുകൊണ്ടല്ലേ താങ്കളെ സഹായിച്ചത്. മനസ്സറിയ അവര് നല്ല മനസ്സുള്ളവരായോണ്ട് തന്നു. ഞാൻ അഭിനയിക്കുന്ന അവർക്ക് വേദനയാന്ന് എനിക്ക്. നിങ്ങൾക്ക് സ്ഥലം തന്ന ആള് ഏതോ ഒരാളുടെ ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. അയാൾ പറയുന്നത് അവർക്ക് തൊട്ടടുത്തുണ്ട്. ഇന്നലെയും മിണ്ടിട്ട് ഇന്ന് രാവിലെയും കണ്ടു മിണ്ടിയിട്ടാണ് വന്നത്. എനിക്കറിയത്തില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ വോയിസ് ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. രേണു സുധിക്ക് തന്നെന്ന് പറഞ്ഞാണോ പുള്ളി പറഞ്ഞത്? എനിക്ക് ആരും സ്ഥലം തന്നിട്ടില്ല. എനിക്ക് ആരും സ്ഥലം തന്നെ, എന്റെ പേര് സ്ഥലം എനിക്ക് രേണു സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തെങ്കിലും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ്? എന്നെ ഒതുങ്ങാനാ? എനിക്കറിയത്തില്ല. സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ. ഞാനെന്തിനാ? എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാ. രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതിയല്ല. മാലപ്പടക്കത്തിന് തിരികൊടുത്ത പോലാണല്ലോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആണ്. അത് എത്ര പേരെ വേദനിപ്പിക്കുന്നു എന്ന് എനിക്ക് മക്കളെ വേദനിപ്പിക്കും, എന്റെ മക്കളെ വേദനിപ്പിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത്? അവരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണോ? ഒരിക്കലും. ബെസ്റ്റ് മൂത്ത മോൻ 20 വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ പേടിപ്പിച്ചു നിർത്തുന്നത്. നടന്നതുവാ. അവന് ഞാൻ പോക്കറ്റ് മണി തരില്ല, നിന്നെ ഞാൻ നോക്കില്ല, കാര്യങ്ങളൊന്നുമില്ല. താങ്കളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വേണ്ടേ? അതെ അതെ. അങ്ങനെ ഒരു പേടിപ്പീരൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. അമ്മ മോൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സോ അങ്ങനെ ലൈവിൽ വന്നപ്പോൾ ആരാണ്ട് തൊട്ടപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവനെ വിളിക്കും. എന്റെ ചേച്ചി, സ്വന്തം ചേച്ചി. നിങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെയാണോ? കുടുംബത്തോടെ ഇങ്ങനല്ലേ, ഒരാളെ തന്നെ ഇങ്ങനെ ഇട്ട് പറയുമ്പോഴത്തേന് വീട്ടുകാരും കൂടെ ദേഷ്യപ്പെടും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. രേണു സുധി മനഃപൂർവ്വം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു, കൂടുതൽ കാലം സോഷ്യൽ മീഡിയയിലെ തണലിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, ഞാൻ മനഃപൂർവ്വം ഒരു കണ്ടന്റ് സൃഷ്ടിക്കുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ റീലിടുന്നു. അതും എൻ്റെ ഒരു പൊട്ട ഫോണിനകത്ത് എനിക്ക് തോന്നുന്ന ഞാനൊരു കണ്ടന്റും, ഞാൻ ഇന്ന് വരെ ഒരു കണ്ടന്റ് മേക്കറും അല്ല. ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതും കണ്ടന്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നു, ഞാൻ വ്ളോഗായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് തോന്നുന്ന ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു. അതൊരു കണ്ടന്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയുടെ തന്നിൽ ജീവിക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇപ്പൊ ജീവിക്കുന്ന എങ്ങനെയാ? അത് ജീവിച്ചോണ്ടിരിക്കുവല്ലേ. ഞാൻ പറഞ്ഞിട്ട് ജീവിക്കുന്നല്ലോ. പറയുന്നു സോഷ്യൽ മീഡിയ എനിക്ക് എന്റെ പാഷനാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിക്കാൻ.
ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് 24 മണിക്കൂർ ഇതിന്റെ തണലിൽ ജീവിക്കാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തോ കഞ്ഞി തരുന്ന കടിക്കാന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നും ജീവിക്കാമെന്നില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോ എന്നെ എടുത്തെറിയാം ആൾക്കാർ നാളെ, ചിലപ്പോ ഇതിനകത്ത് തന്നെ ഇടാം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നു, രണ്ടും അക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ പോട്ടെ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ നാടകത്തിനകത്തുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലീവ് തരും. ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി തരാമെന്ന് പറഞ്ഞത് അത് ഓരോ പ്രോസസ്സിംഗ് നടന്നു, അതും വൈറ്റ് കോളർ ജോലിയല്ല, 10ാം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് PSC അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇത് പുതുക്കണം. എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം. PSC ചെയ്തല്ല, സീനിയോറിറ്റി പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് അവർ. പക്ഷെ ഇതുവരെ ഒന്നും ഇതൊക്കെ നിർത്തി പോകത്തൊന്നുമില്ല. ഇത് വരുന്നോടത്ത് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല. ഇങ്ങോട്ട് വരുന്നത് ഞാൻ ചെയ്തിരിക്കും. എല്ലാം താങ്കളുടെ കാൽ കീഴിൽ വന്ന അവസരങ്ങളാണോ? അല്ല, കാൽ കീഴിൽ വന്നെന്ന് ഞാൻ പറയത്തില്ല. സുധിച്ചേട്ടനുള്ള ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു, ഇത് ചെയ്യാമോ, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ നേരത്തെ എന്തുകൊണ്ട് ചോദിച്ചില്ല സുധിച്ചേട്ടൻ? അത് എനിക്കറിയത്തില്ല, അത് അവരുടെ കാര്യമല്ലേന്നേ. അതെങ്ങനെ ഞാൻ അറിയുന്നത്? അവരെന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് എനിക്കറിയില്ല. ഇതിന് മുന്നേ സുധിച്ചേട്ടൻ ഉള്ളപ്പോഴത്തേനും ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. സുധിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി, ഇനിയിപ്പം ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല, സുധിച്ചേട്ടൻ മരിച്ചു പോയി, നിങ്ങൾ കള്ളമാന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല. പുള്ളി ചോദിച്ചു, രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നോ, അഭിനയിക്കുന്നു. അപ്പം സുധിച്ചേട്ടൻ, ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, സുധിച്ചേട്ടന്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല, സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യമാണെന്ന് അന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് അവസരം ഒരെണ്ണം വന്നായിരുന്നു, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. സുധിച്ചേട്ടനുമായിട്ട് നിങ്ങൾ നല്ല രമ്യതയിലാണോ കഴിഞ്ഞത്? നല്ല സന്തോഷത്തിൽ, നല്ല എന്താ, എന്നെ സുധിച്ചേട്ടൻ സത്യം പറഞ്ഞ മോളെന്ന രീതിയിലാണ്, ഒരു മോളെ പോലാണ് എന്നെ കാണും. ഞാനപ്പോ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ എന്തിനാ, കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരുന്നത് ഞാൻ കൊടുത്താലും പുള്ളി മേടിക്കത്തില്ല, പുള്ളി എനിക്ക് തരണം. എന്നെയും കിച്ചുവിനെ അങ്ങനെയാണ് കണ്ടോണ്ടിരുന്നത്. പിന്നെയാണ് ഋതപ്പം വന്നത്. നിങ്ങൾ ഇത്രയും ടെറർ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത്ര പ്രശ്നക്കാരി മോളെ പോലെ കുഞ്ഞിനെ പോലെ? ഒരിക്കലും അല്ലായിരിക്കും. എനിക്ക് വന്നിന് ചേട്ടനേക്കാളും കുറെ ഏജ് ഡിഫറെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും മോളെ പോലെ കരുതുന്നത്. ഭയങ്കര അങ്ങനെയായിരുന്നു എന്നെ. ഞാൻ പലപ്പോഴും ചോദിക്കും, ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, വൈഫായിട്ട് കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് മോളെ പോലാണ് നീ എന്നാണ് പറയാറുള്ളത്. രേണുസുധി ഇങ്ങനെ ആവാൻ കാരണം ചിലരുടെ മോശം സമീപനങ്ങളാണ്. എങ്ങനെയാകാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ അഭിനയത്തിൽ എന്നെ ആരും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അതായത് ഇപ്പോ കുറച്ചു മുമ്പ് നമ്മളെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇനി എന്തും ചെയ്യും ഇന്ന് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് അത് ശരിയാണ് എന്നാണ്. അപ്പൊ അത് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറെ കൂടെ നല്ല അഭിനയം കാഴ്ചവെക്കുമായിരുന്നു. കാഴ്ചവെക്കുമായിരുന്നു തോന്നുന്നു. അങ്ങനെ അഭിനയിക്കാൻ പറ്റൂ? പഠിക്കണം. രേണു പേടിക്കുന്നത് ആരെയാണ്, എന്തിനെയാണ്? ദൈവത്തെ പേടിയുണ്ട്. പിന്നെ എന്തിനെ എന്ന് ചോദിച്ചാൽ നാളത്തെ ഭാവി എന്തായി തീരും, ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല, അതിനൊരു പേടിയുണ്ട്, എന്തായി തീരുമെന്ന്. ഈ രണ്ട് കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത്. കുറച്ചുകൂടെ അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്, അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പോയാൽ ഭാവി ഉണ്ടാകുമെന്നാണോ ചിന്തിക്കുന്നത്? അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള, ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്ത, സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന രേണുസുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി.